CPM BJP ഡീലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള 2021 LDF ജയിക്കുമ്പോൾ BJPക്ക് 3000 വോട്ട് കുറഞ്ഞു. ഇന്നലെ വരെ തനിക്കും ഷാഫി പറമ്പിലിനുമെതിരെ തീവ്രവാദ ബന്ധം ആരോപിച്ചവർ ഇന്ന് BJP ബന്ധം ആരോപിക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. വടകര താലൂക്കിൽ കുറ്റ്യാടി ആയാലും നാദാപുരത്തായാലും വടകരയിലായാലും BJPയും CPMും തമ്മിൽ ഡീലുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം. അവരുടെ പ്രസംഗമായാലും പ്രവർത്തനമായാലും ഏതാണ്ട് ഏകോപിപ്പിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ജനങ്ങൾക്കറിയാം. ഷാഫി വന്നപ്പോൾ ഷാഫി ജയിച്ചത് തീവ്രവാദ വോട്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് വർഗീയതയാണ്, ഭീകരവാദമാണ് എന്ന് പറഞ്ഞ് ഷാഫിയും പാറക്കൽ അബ്ദുള്ളയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, വർഗീയവാദികളാണ് എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പറഞ്ഞു വന്നത്. 12,700 ചില്ലാനം BJPയുടെ രാംദാസിന് കിട്ടിയപ്പോൾ 2021 9,139 വോട്ടാണ് BJP കിട്ടിയത്. അപ്പോൾ ഞാൻ തോൽക്കുന്നത് 313 വോട്ടിനാണ്. അപ്പോൾ ഈ വോട്ട് എവിടെയാണ് പോയതെന്ന് CPM പറയണം. അന്നും CPM BJPയുമായി വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട്, ഡീലുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും ജയിക്കാൻ വളരെ ചെറിയൊരു വോട്ടിനാണ് അവർ ജയിച്ചു വന്നത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ശരിക്കും ഈ കോഴിക്കോട് ജില്ലയിലെ വടകര മേഖലയിൽ കുറ്റ്യാടി, നാദാപുരം, വടകര ഇവിടെയെല്ലാം ഡീൽ നടന്നു UDF BJP തമ്മിൽ എന്ന ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. BJP ആരെയൊക്കെ പുറത്താക്കിയെന്നും പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? BJPയിലും ചില നേതാക്കളെ, ചില പ്രവർത്തകരെ പുറത്താക്കിയിരുന്നു. ആ പുറത്താക്കിയ പ്രവർത്തകർ BJP നേതൃത്വത്തെ പ്രതിഷേധിച്ചപ്പോഴാണ് പാറക്കലും ഷാഫിയുമായിട്ട് ഡീൽ നടത്താൻ വേണ്ടി നേതൃത്വം ശ്രമിച്ചതിനെ എതിർത്തതിനെ തുടർന്നാണ് ഞങ്ങൾ പുറത്താക്കി അല്ലെങ്കിൽ നടപടിയെടുത്ത BJP പ്രവർത്തകർ ആരോപിച്ചിരുന്നു. ഇതിനെ ചൂടുപിടിച്ചുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നാദാപുരത്തും കുറ്റ്യാടിയിലും UDFും കോൺഗ്രസും തമ്മിൽ, മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ടായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. ഇതിന് മറുപടി പറയുകയായിരുന്നു കുറ്റ്യാടിയിലെ ഇപ്പോൾ മത്സരിച്ച UDF സ്ഥാനാർത്ഥി മുൻ MLA പാറക്കൽ. അദ്ദേഹം പറയുന്ന കാര്യം, വടകര താലൂക്കിൽ ഇപ്പോഴെന്ന് മാത്രമല്ല നേരത്തെ തന്നെ BJPയുമായിട്ട് CPM ഡീലുണ്ട്. 2021 അദ്ദേഹം പാറക്കൽ പരാജയപ്പെടുമ്പോൾ അവിടെ 3000 വോട്ടിന്റെ കുറവാണ് 2016 2021 പോയപ്പോൾ BJP വോട്ട് കുറവുണ്ടായത്. അത് കൃത്യമായ വോട്ട് കച്ചവടം തന്നെയായിരുന്നു. ഇത്തവണയും അത്തരം കച്ചവടത്തിന് CPM ശ്രമിച്ചിട്ടുണ്ട്. വടകരയിൽ CPMും BJPയും തമ്മിൽ നേരത്തെ തന്നെ ഡീലാണ്. അത് ഇപ്പോൾ പരാജയ ഭീതി മുൻനിർത്തിക്കൊണ്ട് അവർ ഉന്നയിക്കുന്നു, CPM ഉന്നയിക്കുന്നുള്ള ആരോപണമാണ് അവർ പറയുന്നത്. BJP പ്രവർത്തകർ, അവർ നടപടിയെടുത്ത പ്രവർത്തകരുടെ എന്തെങ്കിലും പ്രതികരണം മാത്രമായിരിക്കും. അതെങ്കിലും കഥയല്ല. സംസ്ഥാനത്തുടനീളം ധാരണയുണ്ടായിരുന്നു. വടകര താലൂക്കിൽ 2021 മുതൽ തന്നെ ആ ധാരണയുണ്ട് എന്ന് മറുപടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് മറുപടി പറയുകയാണ് ചെയ്തിരുന്നത്. എന്തായാലും BJPയുടെ ആരോപണം തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ശരിക്കും ഗോവിന്ദ മാഷ് ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ഫലത്തിന് വളരെ മുമ്പ് കുറച്ച് ദിവസം വരാനിരിക്കെ മാത്രമാണ് ഉന്നയിക്കുക എന്നുള്ളൊരു കൗതുകം കൂടിയുണ്ട്. എന്തായാലും ഡീൽ ആരോപണം നേരത്തെ തന്നെ CPMനെതിരെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ CPM തിരിച്ച ആ മേഖലയിൽ ലീഗിനെതിരെ UDFിനെ ഉന്നയിക്കുകയാണ്. അതിന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് പാറക്കൽ അബ്ദുള്ള. ശരി, എന്തായാലും ഡീൽ ആരൊക്കെ തമ്മിലാണ് എന്ന് ഫലം വരുമ്പോൾ അറിയാം.